വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ വലിയ റോളുകൾ ചോദിച്ചു വാങ്ങുന്നിടത്ത് എനിക്കൊരു ചെറിയ റോള് മതി എന്ന് പറയാൻ ഒരു സൂപ്പർ സ്റ്റാർ തയ്യാറാകുമോ? ആകില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയുക. പക്ഷെ മോഹൻലാൽ അങ്ങനെയല്ല. മോഹൻലാൽ നായകനാവാനും ആക്ഷൻ രംഗത്ത് ഏത് കിട്ടിയാലും മോഹൻലാൽ അഭിനയിക്കും. തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് റോൾ എന്താണ്, എത്ര കൊണ്ട് വലുതാണ്, എന്നേക്കാൾ കൂടുതൽ ഷൈൻ ചെയ്യുമോ എന്നൊക്കെ മോഹൻലാൽ ആലോചിക്കുന്നില്ല. അപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മോഹൻലാലിൻ്റെ ചില പ്രശ്നങ്ങൾ ചെറിയ റോളാക്കുന്നു, മോഹൻലാൽ ഒതുക്കി എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാലിന് ഒരു പ്രശ്നവുമില്ല. തനിക്ക് കിട്ടുന്ന ഒരു നോട്ടം മതി. ഒരു നോട്ടത്തിൻ്റെ ഒരു സീനായാൽ പോലും അത് മനോഹരമാക്കി മാറ്റാൻ മോഹൻലാലിന് കഴിയും. ഞാനിവിടെ പറയാൻ പോകുന്നത് അതുകൊണ്ടാണ്. മോഹൻലാലിന് ചില സംവിധായകരോട് ഇഷ്ടമുണ്ട്. അവരുടെ പടത്തിലേക്ക് ഒരു ചെറിയ റോൾ, ഒറ്റ സീനെങ്കിലും കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് വിഷമമുണ്ടായിരിക്കും. അങ്ങനെ ഒരു സംഭവമാണ് ഞാനീ പറയുന്നത്. വേറെ ഒന്നുകൊണ്ടൊന്നല്ല. ഇവിടെ രാജാവിൻ്റെ മകൻ എന്നുള്ള സിനിമ നിങ്ങൾക്കറിയാലോ. ആ സിനിമയിലൂടെയാണ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക്, അതായത് ഒരു സൂപ്പർ സ്റ്റാർ രീതിയിലേക്ക് വന്നത് എന്നാലോചിക്കണം. അത് എഴുതി ഡെന്നിസ് ജോസഫാണ്. ഡെന്നിസ് ജോസഫും മോഹൻലാൽ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു പരിചയവുമില്ല. ലാലാണെങ്കിൽ ഇങ്ങനെ കുറച്ച് പടങ്ങളിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നിരിക്കുന്നു. അതിനു മുമ്പ് 4-5 സിനിമ, 2-3 സിനിമകൾ എഴുതി ഹിറ്റായിട്ടാണ് ഡെന്നിസ് ജോസഫ്. അപ്പോൾ പുതിയൊരാൾ എഴുതുമ്പോൾ സാധാരണ ചോദ്യം തിരക്കഥ കാണണം, കഥ കേൾക്കണം എന്നൊക്കെ വിചാരിക്കും. മോഹൻലാൽ ഡെന്നിസിനോട് പറഞ്ഞു, എനിക്ക് കഥ കേൾക്കണ്ട, തിരക്കഥ കാണണ്ട, നിങ്ങൾ 3 സിനിമ ഹിറ്റാക്കിയിട്ടില്ലേ, അത് മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയൊരു ബന്ധം. പിന്നീട് മോഹൻലാൽ മമ്മൂട്ടി വെച്ചുകൊണ്ട് ഡെന്നിസ് ജോസഫ് ചില സിനിമകൾ എഴുതി. അപ്പോൾ അമേരിക്കൻ നാടുകളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ വെച്ചൊരു വലിയ പ്രോജക്റ്റ് സിനിമ ചെയ്യാൻ, അതായത് ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്യുന്നൊരു സിനിമ പ്ലാൻ ചെയ്തു. അതിൽ രജനീകാന്ത് അടക്കമുള്ളവർ അഭിനയിക്കാനുണ്ടായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് ആ സിനിമ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ സിനിമ റിലീസ് ചെയ്യാൻ ഡേറ്റ്, അതായത് ജൂബിലിയാണ് ആ സിനിമ പ്ലാൻ ചെയ്തത്. അന്നൊക്കെ സിനിമ റിലീസ് ചെയ്യാൻ ഡേറ്റ് മുമ്പ് കൊടുത്തിരിക്കുന്നു. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഷൂട്ട് തുടങ്ങുക. അപ്പോൾ എല്ലാം തീർക്കണമല്ലോ. അപ്പോൾ ഇത് ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് നഷ്ടപ്പെടാനും പറ്റില്ല. അപ്പോൾ ജൂബിലി ജോയ് പറഞ്ഞു, ഡെന്നിസ് ആ ഡേറ്റ് നമുക്ക് വേറെ സിനിമ ഷൂട്ട് ചെയ്യണം, ഇറക്കണം എന്നുള്ളത്. അപ്പോൾ ഡെന്നിസ് ആലോചിച്ചു, പെട്ടെന്നൊരു സിനിമ എഴുതിയുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ KG ജോർജിന് വേണ്ടി ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ ജോർജ് സാറിനോട് ചോദിക്കാം, നമുക്ക് കിട്ടിയാൽ ചെയ്യാൻ. അപ്പോൾ ഡെന്നിസ് ശരിക്കും KG ജോർജിനോട്, ജോർജ് ചേട്ടാ ഞാൻ ആ തിരക്കഥ ജൂബിലിക്ക് വേണ്ടി ചെയ്യട്ടെ, നീ ചെയ്തടാ എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടി. ഷൂട്ടിംഗ് തുടങ്ങാണ്. മമ്മൂട്ടി നായകനായ ചിത്രത്തിൽ സുരേഷ് ഗോപി, ത്യാഗരാജൻ അടക്കമുള്ള ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. സിനിമയുടെ 90% ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനി 10% മാത്രമേ ഉള്ളൂ. അത് എടുക്കാനുള്ളത് തമിഴ്നാട്ടിൽ വെച്ച് എടുക്കാറുള്ളത്. അപ്പോൾ ഡെന്നിസ് സംഘവും അവിടെ പോയി. ഞങ്ങൾ അവിടെ ഉണ്ട്. ഞങ്ങൾ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങായി ബന്ധപ്പെട്ട് കവർ ചെയ്യാൻ പോയിട്ടുള്ളതാണ്. അന്ന് ചിത്രം ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ പ്രിയദർശനുണ്ട് അവിടെ, മുകേഷ്, മോഹൻലാൽ അടക്കമുള്ള എല്ലാവരും ഉണ്ട് അവിടെ. ആ സെറ്റിലേക്ക് ഡെന്നിസ് ജോസഫ് വരികയാണ്. വന്ന കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ലാല് ചെന്ന് പറഞ്ഞു, ഡെന്നിസേ എന്നാലും നിങ്ങളുടെ സിനിമയിൽ ഒരു ചെറിയ സിനിമ പോലും എനിക്ക് തന്നില്ലല്ലോ, അതെനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നിസ് സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? സീരിയസ് ആയിട്ടാണ്. ഇവിടെ ഒരു കാര്യം ചെയ്യും, നാളത്തെ അഭിനയിക്കാൻ തയ്യാറാണോ, സീൻ തരാമെന്ന് പറയുന്നത്. ഇയാൾ മോഹൻലാൽ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരാൻ പറ്റില്ല, സമ്മതിക്കില്ല, വേണ്ടെന്നൊക്കെ പറയുമെന്നാണ് ഡെന്നിസ് വിചാരിച്ചത്. മോഹൻലാൽ പറഞ്ഞു, ഞാൻ റെഡി. കാര്യമായിട്ട് പറയണോ? കാര്യമായിട്ട് പറയണം, നാളെ തന്നെ റെഡി എന്ന് പറയണത്. കാര്യം എന്ന് പറഞ്ഞപ്പോൾ മദ്രാസിൻ്റെ വിവിധ ലൊക്കേഷൻ, സഫയർ ഹോട്ടലിൽ, മറ്റൊരു AVM സ്റ്റുഡിയോ, അങ്ങനെ 3-4 സ്ഥലങ്ങളിൽ വെച്ചിട്ട് ലാലിൽ വെച്ച് ചെറിയ സീൻ ഷൂട്ട് ചെയ്തൊക്കെ മനോഹരമായി. ലാൽ അതിന് പ്രതിഫലവും വാങ്ങിയില്ല എന്നാണ് പറയുന്നത്. ആ പടം ഭയങ്കര ഹിറ്റായത് മാത്രമല്ല, അത് രാഷ്ട്രപതിയുടെ അവാർഡ് പോലും നേടി. കുട്ടികളുടെ ചിത്രം എന്ന പേരിലാണ് ആ സിനിമ അറിയപ്പെട്ടത്. മനു അങ്കിൾ എന്നാണ് സിനിമയുടെ പേര്. പിന്നീട് മോഹൻലാലിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനായി ചെറിയ റോളിന് വേണ്ടി കെഞ്ചിപ്പോയിരുന്നത്? അത് ചെറിയ റോളല്ല. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ അംഗീകരിച്ചില്ല, വിളിച്ചില്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. ആ പ്രയാസമായിരുന്നു എനിക്ക്. അതെനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. എങ്ങനെയുണ്ട് മോഹൻലാൽ? ഇത് വേറെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ ഇങ്ങനെ പറയുമോ?